ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതായത് രാധികയുടെ മരണത്തിന് ശേഷം ഞാൻ വരുണിന്റെ വിശ്വസ്തനായിരിക്കും. എങ്കിലേ എന്നെ ഏൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റും. വരുൺ ആ പാവത്തിന് കണ്ണു കണ്ടുവിടാൻ തോന്നുന്നു. റോഡ് മുറിച്ചടക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. വരുൺ വണ്ടി അയാളുടെ അടുത്ത് നിർത്ത്. നമുക്ക് അയാളെ ഒന്ന് കടത്തിവിടാം. അല്ല, ഇത് അയാളല്ലേ? ആ അതെ, അന്ന് എന്നെ രക്ഷിച്ച ആള്. ഇയാളിത് എവിടെയുണ്ടല്ലോ നമ്മുടെ കൺമുന്നില്. അയാള് പോകുന്നിടത്തൊക്കെ നമ്മൾ ചെല്ലുന്നു പറഞ്ഞ പോരെ. ആ അതും ശരിയാ. വരുൺ, നമുക്ക് ഇറങ്ങിച്ച് നിന്ന് സംസാരിച്ചാലോ? അത് വേണ്ട. എന്തുപറ്റി? നല്ല മനുഷ്യനല്ലേ? നല്ല മനുഷ്യനാണ് അയാൾ, ചെയ്ത നല്ല പ്രവൃത്തിയുമാണ്. പക്ഷേ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊക്കെ അപ്രിസിയേഷൻ ആഗ്രഹിക്കാത്ത ആളാണെങ്കിലോ? മാത്രമല്ല നമുക്ക് കുറച്ച് തിരക്കുമുണ്ട്. നമുക്കേ ഡീറ്റെയിൽ ആയിട്ട് അയാളെ പിന്നെ കാണാം. ഭൂമി മുഴുവനും എത്ര ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ? അത് പാടില്ല. നമ്മുടെ ഏട്ടത്തിയെ പോലെയും ചെറിയമ്മ പോലെയും ചെറിയച്ഛനെ പോലെയൊക്കെ ഇടയ്ക്കില്ലെങ്കിൽ ജീവിതത്തിന് എന്താ ഒരു ത്രില്ലുള്ളത്? ഇപ്പോ കേറി വാടോ. കേറ്. അവർ വിശ്വസിച്ചോ സാറേ? പാവങ്ങളല്ലടോ, വിശ്വസിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ? അല്ല, അന്ധനായിട്ട് താൻ കലക്കി കേട്ടോ. നല്ല ഭാവിയുണ്ട്. തന്നെ ചിലപ്പോ എനിക്ക് വീണ്ടും ആവശ്യം വരും. എപ്പോ വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി സാറേ. അല്ല സാറേ, എനിക്കൊരു സംശയം. രണ്ടുപേരെയും കൊല്ലാനാണ് ഉദ്ദേശമെങ്കിൽ അത് സാറിന് നിസ്സാരമല്ലേ? പിന്നെന്തിനാ ഈ അന്ധനും വഴിപോക്കനും ഒക്കെ? എടോ, ഓരോ കാര്യത്തിനും അതിൻ്റെതായ രീതികളുണ്ട്. രാധികയും വരുണിനെയും എനിക്ക് എപ്പോ വേണമെങ്കിലും കൊല്ലാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ലല്ലോ. ഞാൻ രാധികയെ കൊന്നാൽ
ആ നഷ്ടത്തിൽ വരുൺ കരയേണ്ടതേ ഈ ചുമല് ചാരി ആയിരിക്കണം. അതായത് രാധികയുടെ മരണത്തിന് ശേഷം ഞാൻ വരുണിന്റെ വിശ്വസ്തനായിരിക്കും. എങ്കിലേ എന്നെ ഏൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റൂ. ജീവൻ എടുക്കാൻ എളുപ്പാ, പക്ഷേ അവരറിയാതെ അവരുടെ ജീവിതം എടുത്ത് സമർപ്പിക്കുന്ന രീതിയുണ്ടല്ലോ, അതിലാണ് ഒരു ത്രില്ല്. ഹലോ മുത്തശ്ശി. എടി, ഞാനിവിടെ പുറത്തെത്തിയിട്ടുണ്ട്. നീ ആരും കാണാതെ പുറത്തോട്ട് ഇറങ്ങി വാ. ഞാനിപ്പോ വരാം മുത്തശ്ശി. ഞാനേ പിന്നപ്പുറത്തെ ഗേറ്റ് വഴി കയറാനാ നോക്കിയത്. അത് പൂട്ടിയിരിക്കുകയാണല്ലോ. ചെറിയ ഭാഗത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി അതിന് സ്ഥിരം പൂട്ടിക്കിടക്കും.